my dears, welcome back to a new episode of Max. മാത്സ് ക്ലാസ്സിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? വി ഡിസ്കസ് അബൌട്ട് ഗാഡിനെ കുറിച്ചിട്ട് ആൻഡ് എനിമീസ് വന്നിട്ട് ഫോറസ്റ്റ് നശിപ്പിക്കുന്നതിന് ഇവർ എന്ത് ചെയ്യാണ്? ദ ആനിമൽസ് മേക്ക് എ ഗാഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഗാഡിന് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കിച്ചൺ മേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അതിന് ലോങ്ങും ഷോർട്ടും ആയിട്ടുള്ള സ്റ്റിക്കൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ എടുത്തു അല്ലേ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ദേ വിൽ മേക്ക് എ കിച്ചൺ. അവർ കിച്ചൺ മേക്ക് ചെയ്തു. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? പിന്നെ അവർ കിച്ചൺ മേക്ക് ചെയ്താൽ മാത്രം മതിയോ? നോ, നെവർ. ദേ വാണ്ട് ടു കുക്ക് സംതിങ്. അവർ കുക്ക് ചെയ്യണം ഫോർ ദ ഗാഡ്സിന് വേണ്ടിയിട്ട്. ദേ വാണ്ട് ടു മേക്ക് സം ഫുഡ് മേക്ക് ചെയ്യണം. സോ അപ്പോൾ നമ്മൾ ഗാഡിന് വേണ്ടിയിട്ട് കുറച്ച് പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നൗ ഇവിടെ എന്താ പറയുക, നമ്മൾ ഫുഡ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫയർവുഡ്സ് വേണം. ഫയർവുഡ്സ് മീൻസ് നമ്മൾ കത്തിക്കാൻ വിറകൊക്കെ വേണ്ടേ? അപ്പോൾ അങ്ങനെ ഫയർവുഡ്സ് വേണം. അപ്പോൾ ഈ ഫയർവുഡ്സ് കളക്ട് ചെയ്യാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണ്ടേ? നിങ്ങളൊക്കെ ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ധാരാളം ഫയർവുഡ്സ് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങളുടെ ഉമ്മ കൊണ്ടുവരുന്നത്രേ ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ ഈ ഫയർവുഡ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് അനിമൽസിനെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ഹൂസ് റെഡി ടു ബ്രിങ് സം ഫയർവുഡ്സ് കൊണ്ടുവരാൻ ആരൊക്കെ റെഡിയാണ്? നോട്ട് മച്ച് ഫയർവുഡ് ലെഫ്റ്റ് ഫോർ കുക്കിംഗ്. അവർ കൊണ്ടുവന്നിട്ടുള്ള ഫയർവുഡ് മതിയാകാതെ വന്നപ്പോൾ an elephant, a horse, a donkey and a camel went to bring firewood. എന്ത് ചെയ്യാണ്? കുറച്ചും കൂടി ഫയർവുഡ് നമ്മുടെ കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫയർവുഡ് അവർ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഒരു എലഫൻറ്റും, എ ഹോഴ്സ് ഒരു കുതിര, ഡോങ്കി ഒരു കഴുത, പിന്നെ ഒരു ക്യാമലും കൂടി കൂടിയിട്ടാണ് ഫയർവുഡ്സ് കൊണ്ടുവരുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അവർ ബണ്ടിലാക്കിയിട്ട് അവർക്ക് കഴിയാവുന്നതിലും മാക്സിമം അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ദ പേജ് നമ്പർ 100. Can you see this page number 100? And how a horse carrying a lot of firewoods. എത്രയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ള ഫയർവുഡ്സ്? എത്രയാണ്? 2 ബണ്ടിലുണ്ട്. 2 ബണ്ടിൽ 2 ബണ്ടിൽസ് ഓഫ് ഫയർവുഡും കണ്ടോ, ഇങ്ങനെ 2 ബണ്ടിൽ ഫയർവുഡും പിന്നെ 1 2 3 4 5 6 സിംഗിൾ പീസസുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കണ്ടോ നിങ്ങൾ? 2 ബണ്ടിൽ ഓഫ് ഫയർവുഡും പിന്നെ പോരാത്തതിന് സിംഗിൾ പീസ് ഓഫ് 6 സിംഗിൾ പീസസ് ഓഫ് ഫയർവുഡുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു ഹോഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? റൈറ്റ് ചെയ്യാം. എന്താണ് എഴുതേണ്ടത്? ഹോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്, ഹോഴ്സ് ബ്രിങ് ചെയ്തിട്ടുള്ളത് 2 ബണ്ടിൽ ഓഫ് ഫയർവുഡും ദെൻ 6 സിംഗിൾ പീസസുമാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ദ ഹോഴ്സ് ബ്രിങ് 2 bundles of firewoods and 6 സിംഗിൾ പീസ് ഓഫ് ഫയർവുഡും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും അവർ കൊണ്ടുവന്നിട്ടുള്ളത്? ഈച്ച് ഫയർവുഡ് ബണ്ടിലും, അതായത് ഓരോന്നും ഇത് പറഞ്ഞാൽ 10 ഇതും 10. ഇങ്ങനെ ബണ്ടിലാക്കിയത് നമ്മുടെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് ഈ ബണ്ടിൽ 10 വീതമാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഈച്ച് ബണ്ടിൽ ഹാവ് 10 സിംഗിൾ പീസസ്. അതായത് 10 ഇങ്ങനെ സിംഗിൾ പീസസ് കൂടിയതാണ് ഒരു ബണ്ടിൽ. മനസ്സിലായോ? 10 ഇതുപോലെ സിംഗിൾ പീസസ് കൂടിയതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഹോഴ്സിന് 2 ബണ്ടിലും 6 സിംഗിൾ പീസസുമാണ് ഉള്ളത്. 6 സിംഗിൾ പീസസുമാണ്. അപ്പോൾ പിന്നെ എത്രയുണ്ടാവും ടോട്ടൽ? ഹൗ മെനി ഫയർ വുഡ്സ് ബ്രിങ് ഹോഴ്സ്? ഹൗ മെനി? 10 + 10 + വെരി ഗുഡ് 6 ഈക്വൽ ടു എത്രയാണ്? 10ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ add 10 + 10 20. Very good. Then plus 6. So 26 ആണ് ആൻസർ. Now then പിന്നെ ഹോഴ്സ് കൊണ്ടുവന്നത് പറഞ്ഞു. അതുകൂടാതെ ഇവരൊക്കെ വാശിക്കാണ്. ദേ വാണ്ടഡ് ടു ആരാണ് കൂടുതൽ ബ്രിങ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഹൂ ബ്രിങ്? പിന്നെ ഡോങ്കി ബോട്ട് എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഡോങ്കി? ഡോങ്കി എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്? Okay, donkey 3 bundles of firewood and 2 single pieces one he bought. The donkey bought ചെയ്തിട്ടുള്ളത്. donkey എന്താണ് bought ചെയ്തിട്ടുള്ളത്? Yes, very good. 3 bundles of firewood and 2 single pieces ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 single pieces. 3 bundlesഉം 2 single pieces ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഓരോ ബണ്ടിലും 10 വീതമുണ്ട് എന്ന്. 10 വീതമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? each have 10 ഓരോന്നിലും 10. then single 2 pieces ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ക്യാൻ യു സീ ദിസ്? ഇവിടെ നോക്കുക എല്ലാവരും. എന്താണ്? 3 ബണ്ടിൽസും പിന്നെ 2 സിംഗിൾ പീസും ആഡ് ചെയ്യുമ്പോൾ യെസ് 10 + 10 10ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ 10 + 10 വെരി ഗുഡ് 20യുടെ കൂടെ ഒരു 10ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വെരി ഗുഡ് 30യുടെ കൂടെ +2 ആകുമ്പോൾ 32. ഓക്കെ, 32 enough. So the donkey bought ചെയ്തിട്ടുള്ളത് 32 firewoods and horse collected 26 firewood ആണ്. അവിടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി പീസസ് ഡിഡ് the horse and the monkey bring together? അവർ തമ്മിൽ മാം why don't you know എന്താണ് ഇത് ഇവിടെ ഇറൈസ് ചെയ്യാത്തത് എന്നുള്ളതിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് താഴെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇറൈസ് ചെയ്യാതെ ഇവിടെ റൈറ്റ് ചെയ്തത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് how many pieces did the horse and the donkey bring together? ഒരുമിച്ച് ഡോങ്കി ആൻഡ് ഹോഴ്സും എത്ര ഫയർവുഡ്സ് how many firewood's ബോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു the horse bring 26 firewood and donkey bought 32 firewords. അപ്പോൾ in the previous class I told the simple way of adding. നമ്മൾ സിമ്പിൾ വേ എന്നല്ല, നമുക്കൊരു കുറച്ചൊരു ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന രീതി നാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണത്? 26 + 32 + 26 എന്നാണ് എങ്കിൽ നമ്മൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യുക, പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ആഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് അതിന് വേറെ ഒരു വേർഷനായിട്ട് നമുക്ക് ഈ 30 എന്നുള്ളത് വി ക്യാൻ റൈറ്റ് 32 എന്നുള്ളത് വി ക്യാൻ റൈറ്റ് 30 + 2 ഈസ് ഈക്വൽ ടു 32. സോ വി ക്യാൻ റൈറ്റ് ദിസ് ടൈപ്പ്. ഇതുപോലെ നമുക്ക് റൈറ്റ് ചെയ്യാം. ദെൻ 26 എന്നുള്ളത് വി ക്യാൻ റൈറ്റ് 20
പ്ലസ് 6 20 പ്ലസ് 6 ഈക്വൽ ടു 26. ഇത് രണ്ടും സെയിം ആണ്. which the two are equal. ഓക്കെ, സോ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 + 6 എന്നുള്ളത് ആഡ് ചെയ്യാം. 2 + 6 2ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? വാട്ട് ഈസ് ദ ആൻസർ? 2 + 6 2 + 6 which is equal to 8. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 8 ഇവിടെ റൈറ്റ് ചെയ്യാം. then ഈ പ്ലസ് താഴോട്ട് എഴുതുക. then 30 + 20 30 + 20 what is the answer? 30 + 20 yes 50. അങ്ങനെ ആൻസർ വരുമ്പോൾ എന്താണ് വരിക? എന്താണ് വരുന്നത്? which is equal to 58 എന്ന് വരൂലേ? അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6 ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ തെറ്റില്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് പഠിച്ചാൽ അത് നമ്മളുടെ വരുന്ന ക്ലാസ്സുകളിലേക്ക് ഇറ്റ്സ് വിൽ ബി ബെറ്റർ ആയിരിക്കും. നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്ത് പഠിക്കാം എപ്പോഴും ഇങ്ങനെ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ജസ്റ്റ് ആഡിങ് വിത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം. സോ 6 + 2 6 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വെരി ഗുഡ്, 8. ആ 8 ഇവിടെ എഴുതുന്നു. ദെൻ 3 + 5 3 + 5 3 + 2 3 + 2 വാട്ട് ഈസ് ദ ആൻസർ? വെരി ഗുഡ്, 5. ആൻസർ ഉണ്ടോ? സെയിം അല്ലേ വന്നത്? അപ്പോൾ ഈ ഒരു രീതി ബുദ്ധിമുട്ടുള്ളവർ ഇത്തരത്തിലും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ all of you understood this? I hope it you all understood. And നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 മെമ്പേഴ്സ് ആണ് went to bring ഫയർവുഡ്സിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതെന്ന് വി ഓൾറെഡി ടോൾഡ്. സോ നമ്മൾ ഹോഴ്സ് ആൻഡ് ഡോഗിയുടെ എത്ര ഫയർവുഡ്സ് കൊണ്ടുവന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മൾ നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? എലഫൻറ്റിൻ്റെയാണ് കേട്ടോ. എലഫൻറ്റ് how many collected elephant എത്ര എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 101 ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, 101 നോക്കിയാൽ മനസ്സിലാകും. സോ ദ എലഫൻറ്റ് ബ്രിങ് ചെയ്തിട്ടുള്ളത് 2 bundles of firewood and 5 single pieces ആണ്. എന്തൊക്കെയാണ്? The elephant collected 2 bundles of firewood and 2 bundles of firewoods and 5 single pieces ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കളക്ട് ചെയ്തിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ദ എലഫൻറ്റ് കളക്റ്റഡ്? what is the total? എത്രയായിരിക്കും ദ എലഫൻറ്റ് കളക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ ബ്രിങ് ചെയ്തിട്ടുള്ളത്? how many ഇത് നമ്മൾ ഓൾറെഡി വി ടോൾഡ് ഈച്ച് ബണ്ടിൽ ഹാവ് 10 single pieces. ഈ ഓരോ ബണ്ടിലും 10 സിംഗിൾ പീസസ് വീതം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. വി ഓൾറെഡി ടോൾഡ് ദാറ്റ്. So in this bundle have 10 single pieces and this bundle have 10 single pieces. Okay, about 10 then 5 single pieces. Okay, so can I draw it in picture? Okay, 2 bundles of firewoods and 5 single pieces. അപ്പോൾ നമുക്ക് നോക്കാം 10 5 which is equal to 10 plus 10 plus 10 10ൻ്റെ കൂടെ മോർ ദാൻ ഒരു 10 കൂടി ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ? യെസ്, വെരി ഗുഡ്, 20 plus 5 25 യെസ് which is equal to 25. then next camel carrying some firewoods. കുറച്ച് ഫയർവുഡ്സുമായിട്ട് ക്യാമൽ വന്നു. അപ്പം എത്ര ഫയർവുഡ്സ് ആണ് ക്യാമൽ ബ്രിങ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം.
Okay, other in the picture can you see this picture? Okay, അതിൽ three bundles of firewoods and 7 single pieces ആണ്. 7 single pieces ആണ് camel carry ചെയ്തത്. camel carry ചെയ്ത് bring ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് 3 bundles of firewoods and 7 single pieces of firewoods ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അപ്പോൾ how many of we then നമ്മൾ വീണ്ടും പറയുകയാണ് each bundles have 10 pieces. നമ്മൾ പറഞ്ഞു camel in the case of camel bring 3 bundles of firewoods and 7 single pieces. അപ്പോൾ ഓരോ ബണ്ടിലും ഹാവ് 10 pieces ഉണ്ട്. വീണ്ടും ഇത് ആവർത്തിക്കുന്നത് മറക്കാതിരിക്കാനാണ്. സോ അപ്പോൾ നമുക്ക് ഇതിൽ എത്ര ടോട്ടൽ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. 10 + 10 20, 20 + 10 30, 30 + 7 എത്രയാണ്? 37. So which is equal to 37. എത്രയാണ്? 37. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഹാവ് എൻ ക്വസ്റ്റ്യൻ. ഹൗ മെനി പീസസ് ഡിഡ് ദേ ബ്രിങ് ടുഗെദർ? ഒരുമിച്ച് അവരെത്രയാണ് കളക്ട് ചെയ്തത്? വി ടോൾഡ് the horse and donkey collected 58 pieces. 58 pieces കളക്ട് ചെയ്തിട്ടുണ്ട്. ആര്? പിന്നെ ഡോങ്കി ആൻഡ് ഹോഴ്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൗ മെനി പീസസ്, ഹൗ മെനി എത്രത്തോളം പീസസ് ഡിഡ് ദേ ബ്രിങ് ടുഗെദർ മീൻസ് ഒരുമിച്ച്. അപ്പോൾ അഡീഷൻ എന്നുള്ളതിന് പകരം നമുക്ക് ടുഗെദർ എന്നൊക്കെ വന്ന് ക്വസ്റ്റ്യൻ വരും. ടുഗെദർ മീൻസ് ഒരുമിച്ച് എന്നാണ്. ഇപ്പോൾ ഇത് തമ്മിൽ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആഡ് ചെയ്യാൻ തന്നെയാണ് വരിക അല്ലേ? ടുഗെദർ, ഇത് തമ്മിൽ ഒരുമിക്കുക, ടുഗെദർ. അപ്പോഴും ആ ക്വസ്റ്റ്യൻ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ അതിലും വരുന്നത് അഡീഷൻ എന്നതിന് പകരം ടുഗെദർ എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തോളൂ, ദാറ്റ് ഈസ് അഡീഷൻ. യു ജസ്റ്റ് ഡു, വേറെ ഒന്നും ആലോചിക്കണ്ട, യു ജസ്റ്റ് ഡു അഡീഷൻ. നിങ്ങൾ അഡീഷൻ ചെയ്താൽ മതി ടുഗെദർ എന്ന് വരുമ്പോൾ. സോ ഇവിടെ ഹൗ മെനി പീസസ് എന്ന് നമുക്കറിയണം. സോ ദ എലഫന്റ് ആൻഡ് ക്യാമൽ ബ്രിങ് ടുഗെദർ, എത്രയാണ് അവർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 37 + 25 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ആ രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം 25 എന്നതിന് പകരം 37 എന്നതിന് പകരം we can write 30 + 7. Then 25 എന്നുള്ളതിന് പകരം we can just write 20 + 5. 20 + 5 ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് അഡീഷന് പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം 2 ഡിജിറ്റ്സ് നമ്പേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ചില പ്രയാസം വരും. പക്ഷേ ഇവിടെ നമുക്ക് ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പക്ഷേ ഈ രീതി പഠിച്ചു പോകണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം. കാരണം ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എളുപ്പമാകും. ഫസ്റ്റ് ഒരു 2-3 ഡേയ്സിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നല്ലാതെ ഈ ഒരു രീതി ആയിരിക്കും ഇറ്റ്സ് വിൽ ബി ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നമുക്കിത് ചെയ്ത് നോക്കാം. എനിവേ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. ഓക്കെ, 7 + 5. 7 + 5. 7ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ നമ്പേഴ്സ് ഹൈഡ് ചെയ്യുക, എവിടെ എന്താ മൈൻഡിൽ ഹൈഡ് ചെയ്യുക. അപ്പോൾ 7 and 5 നമ്മൾ ഹാൻഡിലും എടുക്കുക. 7, 8, 9, 10, 11, 12. The answer is 12. So 12 ഇങ്ങനെ എഴുതുകയല്ല വേണ്ടത്,
കാരണം നമ്മളിത് വൺസ് ഇങ്ങനെ എഴുതുന്നതായതുകൊണ്ട് ഈ 12 ഇവിടെയൊക്കെ നമ്മൾ സെറ്റ് ഓഫ് 10 അല്ലേ എഴുതിയേ. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ആ 12 എന്ന് പറഞ്ഞാലും ഇതുപോലെ 10 + 2 അല്ലേ, അതിൽ ഈ 2 എടുത്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം, ഇതിൻ്റെ നേരെ താഴെ എഴുതാം. പിന്നെ ഈ 10 നമുക്ക് ഇവിടെ എഴുതാം. അതാണ് ഞാൻ പിന്നെ നമ്മൾ മുമ്പ് കണക്കിൽ പറഞ്ഞിട്ടുള്ളത് 12-ൽ 1 ഇതിവിടെ എഴുതുക, ഈ 1 ഇവിടെ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോളം ഇട്ടതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതി. ദെൻ ഇനി ഇത് 3ഉം ആഡ് ചെയ്യണം. 10 + 30 + 20 ഈ 3 ആഡ് ചെയ്യണം. നോക്കിക്കേ, 10 + 30 10 + 30 = 40. 40 + 20 = വെരി ഗുഡ് 16. അപ്പോൾ ദ ആൻസർ ഈസ് 62 അല്ലേ വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു രീതി നമ്മൾ ചെയ്യുകയാണ് കേട്ടോ. 7 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും വി ഡു ഫസ്റ്റ് വിത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ടഡ് വിത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡ് അല്ലേ. 7 + 5 ഫസ്റ്റ് ആഡ് ചെയ്യുക. 7ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 7 ഉള്ളിൽ വെച്ച് 5 12. അപ്പം നമ്മൾ പറഞ്ഞു 12 ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യല്ലേ വേണ്ടേ. ഈ 12-ൽ 2 ഞാനിവിടെ റൈറ്റ് ചെയ്തു. ദെൻ ഈ 1 ഇവിടെ വെച്ചു. 1 12 എന്ന് പറഞ്ഞാൽ 10 + 2 ആണെന്ന് നമ്മളിവിടെ പഠിച്ചു അല്ലേ. സോ ഈ 2 ഇവിടെ വെച്ചു, ഇവിടെ റൈറ്റ് ചെയ്തു. ദെൻ 1 ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ടിത് ഇങ്ങനെ മറക്കരുത്, മറന്നാൽ ആൻസർ ടോട്ടലി റോങ് ആകും. സോ ഇത് മറക്കാതെ ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് റൗണ്ട് ചെയ്തത്. സോ 1 + 3 4 4 + 2 6. അപ്പോൾ ഇങ്ങനെ കുറേ വാരി വലിച്ചെഴുതുന്നതിൽ എളുപ്പം ഇതല്ലേ. നിങ്ങൾ പഠിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എളുപ്പം ഇതായിരിക്കും കേട്ടോ. സോ ആൻസർ എന്താ വരുന്നത്? 62 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് ആക്ടിവിറ്റീസ് വൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങളെല്ലാവരും വൃത്തിയിലും ഭംഗിയിലും മാത്സ് നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉഷാറായിട്ട് പഠിക്കണം. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോൾ ഇതോടുകൂടി ക്ലോസ് ആക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് പേജ് നമ്പർ 103-ലും 104 105-ലൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ടിവിറ്റീസ് വൈസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ് portion. So today I'm going to wind up my class. We will meet soon. So till then, bye.